കുറെ ടൈമിന്റെ കുറെ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇപ്പം ടൈമിനനുസരിച്ച് എടുക്കാനോ അതോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കുറെ വീഡിയോ പെൻഡിങ് ആണ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഹെൽത്തിന്റെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പുതുതായിട്ട് ന്യൂ അഡ്മിഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. സോ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ വന്നപ്പോൾ എനിക്കും കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നമ്മൾ കൊണ്ടുപോകണം അല്ലെ, എന്തൊക്കെയാ വേണ്ടെന്ന് അറിയില്ല. ഓരോന്നും ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഇന്നത് മേടിക്കണം എന്നുള്ളത്. വീട്ടിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഓരോന്നും കൊണ്ടുവന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് കറക്റ്റ് ഒരു ധാരണ കിട്ടിയത് എന്തൊക്കെ വേണം എന്നുള്ളത്. പിന്നെ നമുക്ക് കോളേജിൽ ഒരു ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല, നമുക്ക് കുറച്ച് പേഴ്സണൽ ഐറ്റംസ് നമുക്ക് വേണ്ട ആവശ്യം വരും നമുക്ക്. സോ അതിനെപ്പറ്റി ഒരു എസെൻഷ്യൽ തിങ്സ് എന്തൊക്കെയാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോഴത്തേക്കിന് കൊണ്ടുവരേണ്ടതെന്നുള്ള വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാണോ കൊണ്ടത്, ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യം വന്നത് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ്. മെയിനായിട്ട് നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്കായിട്ട് ഞങ്ങൾ നമുക്ക് നഴ്സിംഗ് അറിയത്തുള്ളൂ. സോ അതുകൊണ്ടാണ് വീഡിയോയിലേക്ക് പോകുന്നത്. സോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നഴ്സിംഗ് റിലേറ്റഡ് ഒരു കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ വന്നത് 2023 നമ്മൾ നഴ്സിംഗിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്ന എന്തൊക്കെ സാധനങ്ങളാണോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഓരോ കോളേജിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ആവശ്യമുള്ളത്. ഞങ്ങളുടെ കോളേജിൽ തന്നെ പല പല സാധനങ്ങൾ അവർക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇല്ലാത്തപ്പോൾ നമ്മുടെ കോളേജിനെ ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ പറയുന്നത്. പിന്നെ ചില സാധനങ്ങളും ചില ഹോസ്റ്റൽ വാർഡൻസ് ഒന്നും പെർമിറ്റ് ചെയ്തില്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ ഇതായിരിക്കും എഗെയിൻസ്റ്റ് ആയിരിക്കും. സോ അതൊക്കെ അതൊക്കെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ പെർമിറ്റ് ചെയ്തോ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ പിന്നെ കുറെ പേര് നമ്മൾ കഴിഞ്ഞ ചിറ്റ് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്റ്റൽ എങ്ങനെയാണ്, ഹോസ്റ്റലിലെ റൂംസിന്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ബാത്റൂം കോമൺ ആണോ അറ്റാച്ച്ഡ് ആണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളൊക്കെ ചോദിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടിനകത്ത് ഇടുന്നതായിരിക്കും. ഫസ്റ്റ് ഇയേഴ്സിന് വേറെ സെക്കൻഡ് ഇയേഴ്സിന് വേറെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് അത്യാവശ്യം ലെങ്ത് ആയി പോകും വീഡിയോ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എസെൻഷ്യൽ തിങ്സ് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഹോസ്റ്റലിനെ പറ്റിയും ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ പറയും. മൂന്നാമത്തെ നമ്മുടെ വീഡിയോയ്ക്കാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കോഴ്സുകളാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നഴ്സിംഗ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഹോസ്റ്റലിലേക്ക് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ് ട്രോളി ബാഗ്. ട്രോളി ബാഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ ഈ ട്രോളി ബാഗ് നമുക്ക് പിന്നെ പോകുമ്പോഴത്തേക്കും നമ്മൾ 4 ഇയർ കോഴ്സ് ആണല്ലോ, 4 ഇയർ കോഴ്സിന് ഭയങ്കരമായിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ട്രോളി ബാഗ്. അങ്ങനെ തന്നെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ അലമാരി നമുക്ക് എല്ലാം തികയണമെന്നില്ല. അപ്പൊ ഇല്ലാത്ത അത്യാവശ്യം വേണ്ട മീൻസ് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ മാത്രം അലമാരി വെച്ച്, അല്ലാതെ ഇടയ്ക്കൊക്കെ എടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് പെട്ടിയിലാക്കി ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവത്തില്ല. നമുക്ക് തന്നെ കുറച്ചൊരു റൂം കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒതുങ്ങിയിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ട്രോളി ബാഗ് ഉള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ആ ട്രോളി ബാഗിൽ നമ്മൾ വെക്കേണ്ട മെയിൻ കാര്യം ഡ്രസ്സസ് ആണ്. അപ്പൊ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രസ്സസും വേണം, അല്ലാതെ നമ്മുടെ വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സും വേണം. അപ്പൊ നല്ല ഡ്രസ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ വന്നപ്പം ഞാൻ ചുരിദാർ ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ലെഗിൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഷോളോ ദുപ്പട്ടേനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നും, പക്ഷെ 1-2 ഞാൻ കരുതിയിട്ടുള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ കോളേജിലെ റൂൾസ് ആണ്, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ചുരിദാർ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ദുപ്പട്ട ദുപ്പട്ട ഇടാണ്ട് കാരണം പറ്റത്തില്ല എന്ന് തന്നെ പറയും. പിന്നെ നമ്മുടെ കൈയുടെ ഇറക്കം, സ്ലീവിന്റെ ഇറക്കം നമുക്ക് നോർമൽ സ്ലീവ് ഇറക്കമാണ്, സ്ലീവ്ലെസ് ടോപ്പ് പറ്റത്തില്ല. പിന്നെ നമ്മുടെ നോർമൽ എത്രയാണോ സ്ലീവിന്റെ ഇറക്കം അത് നോർമൽ അതിന് വേണം. പിന്നെ ലെന്ത്, ടോപ്പിന്റെ ലെന്ത് നമ്മുടെ മുട്ടിന് താഴെ ആയിരിക്കണം. അതിന് മുകളിലായി കഴിഞ്ഞാൽ ഫൈൻ ഇടും. അപ്പം കുറച്ച് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് പാലിക്കേണ്ടി വരും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിന്. അപ്പം ഞങ്ങൾ വന്ന ബാച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു യൂണിഫോം, കോളേജിലേക്ക് യൂണിഫോം നമുക്ക് നിർബന്ധമില്ലായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ യൂണിഫോം ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞുള്ള ബാച്ചുകൾ തൊട്ട് നമുക്ക് കോളേജിൽ ഒരു യൂണിഫോമും ഹോസ്പിറ്റലിൽ വേറെ യൂണിഫോം. സോ അവർക്ക് അങ്ങനെ ചുരിദാർ ഇടേണ്ട ഒരു പീരീഡ് വന്നിട്ടില്ല. നമുക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച മാത്രം വേറെ കളർ ഡ്രസ് ഇടാം, ബാക്കി എല്ലാ ദിവസങ്ങളും നമുക്ക് യൂണിഫോം ഉണ്ട്. നമുക്കിപ്പോൾ യൂണിഫോം ആക്കി. സോ ഇനി വരുന്ന ബാച്ചുകൾക്കും എനിക്ക് തോന്നുന്നു യൂണിഫോം ആയിരിക്കും. ബട്ട് അവർ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും കാലം വരെ കളർ ഡ്രസ്സിലാണ് നിങ്ങൾ കൈ കരുതുക. അത്യാവശ്യം ഇതുപോലെ സ്ലീവ്ലെസ് അല്ലാതെ ദുപ്പട്ട മസ്റ്റ്. അതെ. പിന്നെ ജീൻസ്, നമ്മുടെ ചുരിദാറിന്റെ അടിയിൽ നമുക്ക് ജീൻസ് പാടില്ല. ജീൻസ് ഉണ്ടെങ്കിൽ ഫൈനാണ്. ടോപ്പിന് ഇറക്കം ഇല്ലെങ്കിൽ ഫൈനാണ്. നമുക്ക് സ്ലീവിന് നീളം ഇല്ലെങ്കിൽ ഫൈനാണ്. ദുപ്പട്ട ഇല്ലെങ്കിൽ ഫൈനാണ്. അപ്പം ദുപ്പട്ട നമ്മൾ എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഡ്രസ്സിനെ പറ്റി എത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ നല്ല ഡ്രസ്സ്, 1-2 നല്ല ഡ്രസ്സുകൾ എടുത്ത് വെക്കണം. നമുക്ക് എപ്പോഴാണ് പരിപാടി വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമുക്ക് ഹോസ്റ്റലാണ്, കോളേജാണ്, അവർ പെർമിറ്റ് ചെയ്തില്ല. ആദ്യമൊക്കെ നല്ലതായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഹോസ്റ്റൽ
ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ. സോ നമുക്ക് പോയി വന്ന് എടുക്കാൻ നമുക്കൊരു കാലാവധി കാണത്തില്ല. സോ നമ്മൾ എല്ലാം കരുതി കൂട്ടി വേണം നമ്മൾ വരാൻ വേണ്ടി. നമ്മൾ പറഞ്ഞ ട്രോളി ബാഗ് ഒന്ന് കരുതിയേക്കാണ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്ത് കൊള്ളുമല്ലോ. അപ്പോൾ നല്ല ഒക്കേഷൻസിന് വേണ്ടിയിട്ട് 2-3 അതും ചുരിദാർ ഇട്ടോ പറ്റത്തുള്ളൂ. ഇവിടെ ജീൻസ് ടോപ്പ് അങ്ങനെ ഒക്കേഷൻസിൽ ഭയങ്കര കുറവാണല്ലേ. ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അപ്പൊ നല്ല ഒരു ചുരിദാർ സെറ്റ് അങ്ങനത്തെ 2-3 ജോഡിയും പിന്നെ ജീൻസ് കോളേജിൽ പോവാം. യൂണിഫോം കിട്ടുന്നോടെ വരാം. അത് പിന്നെ ഫുൾ യൂണിഫോം ആയിരിക്കും. ഒരു ദിവസമൊക്കെ കളർ സെറ്റ് ആകുമ്പോൾ ശനിയാഴ്ച മാത്രം കളർ ഡ്രസ് അങ്ങനത്തെ രീതിയിലായിരിക്കും. അപ്പൊ ഡ്രസ്സിനെ പറ്റി അത്രയൊക്കെയാണ് നമുക്ക് പറയാം. നമ്മുടെ കോളേജിൽ കറക്റ്റുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ വെച്ചാൽ നമ്മൾ കുറച്ച് നല്ല ജീൻസും ടോപ്പും കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് സൺഡേ ഔട്ടിംഗ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഇയർ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇപ്പം 6 മണിക്കൂർ 4 മണിക്കൂർ ഒന്നും ആയിരുന്നു ഔട്ടിംഗ്. ഞങ്ങൾ വന്ന സമയത്ത് 3 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പോയിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. ഇപ്പൊ മാറ്റമുണ്ട്, അതിന് 6 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ വരുമ്പോൾ അറിയത്തില്ല എങ്ങനെയൊക്കെയാണ്. കാരണം പുതിയ വാർഡനാണ്, പുതിയ നിയമങ്ങളാണ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ ജീൻസ് ടോപ്പ്. പിന്നെ ഇനിയും അടുത്തിന് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കും കോളേജിൽ. ഒക്ടോബർ അഡ്മിഷൻ ഉണ്ടെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കും അടുത്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു സെലിബ്രേഷൻ നമുക്ക് ജീൻസും ടോപ്പും ഇടാം. പക്ഷെ നമ്മൾ നല്ലൊരു നല്ലൊരു എന്താ പാർട്ടി വെയറും കണ്ടു വെക്കാം ഒരു സൈഡിൽ. ജീൻസും ടോപ്പും ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ഒന്നും ഇല്ലാതെ വരരുത്. ഞങ്ങളുടെ ബാച്ചിൽ കുറെ പേര് ദുപ്പട്ടയും ചുരിദാറും ഒന്നും ഇല്ലാതെ ജീൻസ് ഒക്കെ ആയിട്ട് വന്നവരുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വാങ്ങേണ്ടതൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. സോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. ചുരിദാർ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. കാരണം കോളേജിൽ അത് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ജീൻസും ടോപ്പും അറിയാലോ, എല്ലാ ആൾക്കാർക്കും അത് ജീൻസും ടോപ്പും ആണ് കംഫർട്ടബിൾ. സോ അവരൊക്കെ അതെ. സോ ഇത്ര കാര്യങ്ങൾ ഡ്രസ്സിനെ പറ്റി പറയാനുള്ള. കോളേജിൽ നമുക്ക് ചുരിദാറേ പറ്റത്തുള്ളൂ, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ ഗൈസ്, പിന്നെ ഡ്രസ്സിന്റെ കാര്യം നമ്മൾ ഇത്രയാണ് ക്ലാരിഫൈ ചെയ്ത് ഫുൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ഇട്ടാൽ മതി, നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത് നമ്മളിനി പോകാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇനി എന്താണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മൾ ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. സോ നമുക്ക് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് പറ്റരുത്. നമുക്ക് ഒരു തോർത്ത് വേണം, പിന്നെ അതിന് സോപ്പ് ഇടാൻ സോപ്പ് പെട്ടി, പിന്നെ ബ്രഷ് പേസ്റ്റ് ഒക്കെ അതൊക്കെ വെക്കാൻ വേണം സ്റ്റാൻഡ് കൊണ്ടുവരാം. പിന്നെ നമുക്ക് ബക്കറ്റ് വേണം, മഗ് വേണം, അതിന് നമുക്ക് കുളിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വേണം. കാരണം ഇവിടെ ഒന്നുമില്ല. നമ്മളൊരു പുതിയ വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അതേ സംഭവത്തിൽ വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ബെഡ്ഷീറ്റ് 2-3 ബെഡ്ഷീറ്റ് നമ്മൾ കരുതി വെക്കുക, തലയണ കവർ, പിന്നെ നമ്മൾ പില്ലോയും ഇതും മാട്രസും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ബാച്ചും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചുകളൊന്നും എല്ലാവരും ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ പറ്റുള്ള വീഡിയോയിൽ കാണിക്കാൻ ഇങ്ങനത്തെയാണെന്ന്. നമ്മുടെ അടുത്ത് മാട്രസോ പില്ലോയോ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ബെഡ്ഷീറ്റ് മാത്രം നമ്മൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് ബെഡും ബാക്കി എല്ലാ സാധനവും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ബാക്കി തലയണ കവറും ബെഡ്ഷീറ്റ് മാത്രം നമ്മളുടെ ഭാഗത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ മേടിക്കണം കേട്ടോ. ബാക്കി നമ്മുടെ ആവശ്യമുള്ള നമുക്ക് എല്ലാം എന്തൊക്കെയാണ് വേസ്റ്റ് ബിൻ വേണ്ടവർക്ക് വേസ്റ്റ് ബിൻ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് കോമൺ ആയിട്ടുള്ള. അതിപ്പോ റൂമിന്റെ അങ്ങേ അറ്റത്തായിരിക്കും ചിലപ്പോൾ വെച്ചേക്കുന്നത്. അപ്പൊ അത്രയും പോയി എടുക്കുന്നതിന് റൂമിന്റെ റൂംമേറ്റ്സ് ഒന്നിച്ച് മേടിച്ചാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അപ്പം കുളിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കുളിക്കുന്ന ഐറ്റംസ് ബക്കറ്റ് അതൊക്കെ നമ്മൾ ഗേൾസിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവര് സാനിറ്ററി പാഡ്സ് എന്താ കരുതുന്നത് നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ അപ്പൊ തന്നെ ഔട്ടിന് നിർബന്ധമില്ല. നമുക്ക് പറയാൻ പറ്റില്ല വിടുവോ ഇല്ല എന്നുള്ള പുതിയ വാർഡൻസിന്റെ റൂൾ എന്താന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളെ എനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തേക്ക് വിട്ടിട്ടില്ലായിരുന്നു, ഞായറാഴ്ച വിട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഒന്ന് വിടാൻ തുടങ്ങിയത്. സോ അതൊക്കെ കരുതി വെക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് എപ്പോഴും അത്യാവശ്യം വരുന്ന അറിയത്തില്ല. ഇവിടെ അടുത്ത് പോയി മേടിക്കാനും പറ്റത്തില്ല. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പ്ലേറ്റും നമുക്ക് കപ്പ് ചായ ഒഴിക്കണം. നമുക്ക് മെസ്സിന്ന് രാവിലെ ചായ ഉണ്ട്, വൈകുന്നേരം ചായ ഉണ്ട്. ചായ ഒഴിക്കൊരു കപ്പ്, പിന്നെ നമ്മുടെ നോർമൽ പ്ലേറ്റ്, പിന്നെ സ്പൂൺ, സ്പൂൺ നമുക്ക് കരുതാം. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഏകദേശം നമ്മൾ കരുതി വരേണ്ടത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ സോപ്പ് നമുക്ക് വാങ്ങാം, അലക്കുന്ന സോപ്പ്, അല്ലാത്ത കുളിക്കുന്ന സോപ്പ്, അങ്ങനെ സോപ്പ് പൊടി, അതെ സോപ്പ് പൊടി, ക്ലിപ്പ്, ഡ്രസ് ഇടാൻ വേണ്ടി ക്ലിപ്പ്, അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മളിപ്പം നിങ്ങളിപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ മേ ബി മേളത്തെ ഫ്ലോറിലായിരിക്കും. അവിടെ നമുക്ക് കോമണായിട്ട് തുണി വിരിച്ചിടാൻ ഒരു റൂമായി കാണത്തില്ല. സോ നിങ്ങൾ വിരിക്കേണ്ട മേ ബി താഴെ ആയിരിക്കും, എല്ലാവരും വിരിക്കുന്ന കോമൺ ആയിരിക്കും. അപ്പം കാറ്റടിക്കുമ്പോഴത്തേനും തുണി പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മൾ അലക്കിയിട്ടിട്ട് പോകുന്ന മാത്രം ഓർക്കണം, തുണി നമ്മൾ താഴെ പറക്കി എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് തുണി കൂടുന്നതനുസരിച്ച് അവർ നീക്കി ഇടും നമ്മുടെ. അപ്പൊ കഴുകിയുടെ ഒരു പ്രയോജനം നമുക്ക് കാണത്തില്ല. ഹാങ്ങർ, ക്ലിപ്പ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. കാരണം നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് തുടങ്ങി ആവശ്യം വന്നില്ലെങ്കിലും ഫ്യൂച്ചർ നമുക്ക് യൂണിഫോം ആയാലും ഹാങ് ചെയ്യാനൊക്കെ നമുക്ക് നല്ലിട്ട് ഹാങ്ങറിന്റെ നല്ല ആവശ്യമുണ്ട്.
പിന്നെ കഴിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ നമുക്ക് നല്ലതായിട്ട് ആവശ്യമാണ്. നമുക്ക് ഫ്ലാസ്ക് നമ്മൾ കരുതിക്കണം, അല്ലാത്ത നമ്മുടെ കോൾഡ് വാട്ടർ നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കുപ്പി കരുതിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോസ്റ്റലാണ്, നമുക്ക് എപ്പോഴാ എന്താ പനിയോ ചുമയോ വരുന്നത് നമുക്ക് വരാണ്ടിരിക്കത്തില്ല. ആദ്യം വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പനിയൊക്കെ വന്നു പോകും. ഞങ്ങൾ പറഞ്ഞുകൊണ്ടല്ലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, അതല്ല കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. ഫ്ലാസ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സാധാ ഒരു കുപ്പി. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ചെരുപ്പ്. നമുക്ക് സ്ലിപ്പേഴ്സ് ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഇടാൻ വേണ്ടി നമുക്ക് ഒരു സ്ലിപ്പേഴ്സ് വേണം. പിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് ഇവിടെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഹീൽസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ കാണാം. പിന്നെ ഒരു കാര്യം കനച്ചൂര് നമ്മുടെ ഹോസ്റ്റലിന്റെ ഒരു മതിലില്ലെന്ന് തോന്നല്ലേ, അതിന്റെ അപ്പുറം തന്നെയാണ് കോളേജ്. അങ്ങനെ വലിയ ദൂരമൊന്നും ഇല്ല, ഒരു 2 മിനിറ്റോടെ നമുക്ക് കോളേജിന്റെ പടി എത്താം. സോ അതിന് ആ ഒരു എക്സ്പെക്ടേഷനോട് വേണം നിങ്ങൾ വരാൻ വേണ്ടി. അല്ലാതെ അത് പറയാൻ മറന്നു കഴിഞ്ഞാൽ ക്യാമ്പസോ അല്ലാതെ നമുക്ക് വലിയൊരു ഹോസ്റ്റലോ കോളേജോ അങ്ങനൊന്നും ഇല്ല. ഹോസ്റ്റലിന്റെ അപ്പുറം തന്നെയാണ് കോളേജ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സോ അത് വേണം നിങ്ങളുടെ മൈൻഡിൽ. പിന്നെ നമ്മൾ മെയിനായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്, ഇപ്പം എല്ലാവരും ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വാച്ച് ഇടുന്നതാണ്. എന്നാലും നമ്മൾ ഒരു നേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിന് ഒരു വാച്ച് നല്ലതാണ് കരുതുന്നത്. കാരണം നമുക്കിപ്പം വാച്ചിന്റെ ആവശ്യമുണ്ട്. അതെ, നമുക്ക് വാച്ചിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതല്ല കുറച്ച് പ്രൊസീജിയേഴ്സ് നമുക്ക് വാച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരും. ബട്ട് വാച്ച് നിർബന്ധമാണ് കേട്ടോ. ഒരു നല്ല നമുക്കൊരു നമ്മുടെ തന്നെ ഒരു പ്രൊഫഷണലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതിൽ നമുക്ക് ഇത് വരും. പിന്നെ കരുതേണ്ട ഒരു കാര്യമാണ് മാസ്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ നിങ്ങൾ വരുന്ന ഒരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഇതാണ്. കാരണം ഇപ്പൊ തന്നെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ ഇപ്പൊ പനി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോ കോളേജിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് മാസ്ക് വെച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങളുടെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബാച്ചിൽ 250 എത്രയാണ് പിള്ളേരെ അഡ്മിഷൻ എടുത്തേക്കുന്നത്. സോ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, ഇത്ര ആൾക്കാരും ഉണ്ടല്ലോ. സോ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാസ്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുമായിരിക്കും, മാസ്ക് വെച്ചിട്ട് വേണം കോളേജിലേക്ക് കയറാൻ വേണ്ടി എന്ന് പറയുമായിരിക്കും ഇനിഷ്യൽ ടൈമിൽ. ആ സമയത്ത് നിങ്ങൾക്ക് മാസ്ക് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എവിടെ പോയി എടുത്തു തരാൻ പറ്റില്ലല്ലോ. സോ അത് കരുതി വെക്കാൻ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഒരു ബേസിക് ഒരു കാര്യമാണ് മാസ്ക് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം ഗേൾസിന്റെ കാര്യം മാത്രമേ മെൻഷൻ ആക്കിയിട്ടുള്ളൂ. ബോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷർട്ടും നോർമൽ പാൻറ്റും ഇടാം. ഇൻഷർട്ട് ആയിരിക്കണം, ഇൻഷർട്ട് മസ്റ്റ് ആണ്. ഹാഫ് കൈയോ ഫുൾ കൈയോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തൊന്നും പറ്റത്തില്ല. ഷർട്ട് മാത്രം, ഒരു ഫോർമൽ ഒരു ഷർട്ടും ഒരു പാൻറ്റും, പിന്നെ ബെൽറ്റ് നമ്മൾ ഇൻഷർട്ട് ചെയ്യണം. പിന്നെ ഷൂ ആയിരിക്കണം. സ്ലീപ്പർ ആയാലും പറ്റും, സ്ലീപ്പർ അല്ല മറ്റേ നമ്മുടെ സാധാ ചെരുപ്പ് കേട്ടോ. ഇവിടെ എല്ലാവരും ബ്ലാക്ക് ഷൂ ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ഓറിയന്റേഷന്റെ ടൈമിലേക്ക് പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തായാലും എല്ലാം കരുതി വെച്ചേക്കാം, എന്താ എപ്പോഴും ആവശ്യമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോർമൽ നമുക്ക് ആവശ്യമുള്ള പേഴ്സണൽ കാര്യങ്ങൾ, ക്രീം, പിന്നെ നമ്മുടെ ഗേൾസിന്റെ ഐലൈനർ, ചീപ്പ്, അങ്ങനത്തെ നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഡെയിലി നമ്മൾ കുളിച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ എടുക്കാം. നമ്മൾ കുറെ പേര് കുറെ ക്രീംസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് ഒക്കെ നമ്മുടെ അതൊക്കെ നോർമലായിട്ട് എടുക്കാം. നമുക്ക് അതിനൊന്നും നമുക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വരും. പിന്നെ നമ്മൾ പറയാൻ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സ്നാക്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോര്, അച്ചാറുകൾ, അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ ഞങ്ങൾ 4 പേരിൽ ഏറ്റവും ദൂരം എനിക്കാണ് വീട്ടില് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം പത്തനംതിട്ട ജില്ലയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ അച്ചാർ നമുക്ക് കൊണ്ടുവരാം, മോരുകറി കൊണ്ടുവരാം. അച്ചാറുകൾ മിക്ക അച്ചാറുകളും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. മോര്, മീൻകറി 2 ദിവസം, പിന്നെ കപ്പ, നമ്മള് അങ്ങനത്തെ നമുക്ക് ഫുഡിന്റെ കൂടെ കഴിക്കണം. ഇനിഷ്യൽ ടൈമിൽ നമ്മളിവിടെ മെസ്സിലാണോ നിങ്ങൾ വരുന്നത്, അപ്പം ചില സമയത്ത് ഫുഡുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ആകുമ്പോൾ ടൈം എടുക്കും. ആ സമയത്ത് ആദ്യം ചിലപ്പോൾ എല്ലാവർക്കും ഹോസ്റ്റലിലെ ഫുഡൊക്കെ ഇഷ്ടപ്പെടും. കാരണം പുതിയതായിട്ട് വരുമ്പോൾ എല്ലാം നല്ല അടിപൊളിയായപ്പോൾ നമുക്ക് അച്ചാറിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ സ്ഥിരം ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ മടുക്കും. അപ്പോൾ ഒരു അച്ചാറിന്റെ ഒക്കെ ആവശ്യം നല്ലതായിരിക്കും. അപ്പൊ തോന്നുന്നു അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. വീട്ടിൽ നിന്ന് അപ്പൊ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് വെച്ചിട്ട് അച്ചാർ അങ്ങനെ വലിയ എമൗണ്ട് കൊണ്ടുവരാം. ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ രീതി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ പറയുന്നതനുസരിച്ച് എല്ലാം കൂടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം നിങ്ങൾ പറയത്തില്ല. ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം ഈ കാര്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം, ബാഗിൽ അതിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണോ നോക്കണം. ഈ അച്ചാറും മോരൊക്കെ കൊണ്ടുപോകണം ഞങ്ങൾ നിർബന്ധം പറഞ്ഞില്ല കേട്ടോ. കാരണം ഇവിടുത്തെ ഫുഡ് ഇപ്പം ഈ പുതിയ വരുന്ന പിള്ളേരെടുത്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗ്യത്തിന് ഇപ്പം മെസ്സ് നല്ലതായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മള് കുറച്ച് പോയി 1 മാസം 1.5 മാസത്തോളമായി ഇപ്പം മെസ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം
നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഇപ്പം മെസ്സി തന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. നിങ്ങൾ ഇപ്പം ചിലപ്പോൾ കണ്ടു ചെയ്യുന്ന പിള്ളേർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരിപ്പം എന്തിനാ ഇങ്ങനെ പറഞ്ഞ കറികൾ എന്തിനാ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് ഇതാണ്. അങ്ങനെയൊന്നും അല്ല. സ്റ്റാർട്ടിങ് നമുക്കൊരു നമ്മുടെ വീട്ടിൽ ഇത്രയും നാൾ കഴിച്ച് വന്ന ഫുഡിന്റെ ടേസ്റ്റ് ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ആണ്. കാരണം രണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പം അത്ര മസാലകളായാലും നല്ല ഡിഫറൻസ് വരും. അത് കഴിച്ച ശീലമാണ് നമുക്ക് നമ്മൾ കഴിച്ചു പോകും. നമുക്ക് വേറെ വഴിയില്ല ആ സമയത്ത്. അപ്പൊ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി വീട്ടിന്റെ ഒരു ഹോംനെസ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് കറികൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഒരു ഓപ്ഷനാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. നമ്മൾ പിന്നെ ലീവിന് പോയിട്ട് വരുമ്പോഴൊക്കെയാണ് കൊണ്ടുവന്നത്. നമ്മുടെ ആ സമയത്ത് ഫുഡ് അത്ര നല്ലതല്ലായിരുന്നു. സോ നമ്മൾ ഗതികേട് കൊണ്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് സ്നാക്സ്. അത് നമുക്ക് എന്തായാലും ആവശ്യമില്ല, നല്ലോണം ആവശ്യമില്ല. കാരണം നമ്മൾ കോളേജ് വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വിശപ്പ് അത് എന്തായാലും നിർബന്ധമാണ്. സോ നമുക്ക് ചായയുടെ വൈകുന്നേരം കിട്ടും, നമുക്ക് അതിനുള്ള സ്നാക്സും കിട്ടും. പക്ഷെ നമുക്ക് ആ ഒരു സ്നാക്സ് വെച്ചാൽ വരാൻ അറിയത്തില്ല. സോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. മിക്സർ അങ്ങനത്തെ കുറെ സ്നാക്സ് ഉണ്ടോ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കുഞ്ഞതും മതി. കാരണം നിങ്ങളിപ്പോൾ ഒക്ടോബർ വന്നാൽ തന്നെ നിങ്ങൾ ഡിസംബറിലായാലും നിങ്ങൾ പോകും. ഒരു 1-2 മാസം നിൽക്കത്തുള്ളൂ. സോ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് തിരിച്ചു കൊണ്ട് വെക്കേണ്ടത്, അടുത്ത ലീവിന് പോയിട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും. ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പറഞ്ഞു തന്നതാണ്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പം മുഷിന്റെ ഡ്രസ്സ് നമ്മളെ എല്ലാ ആൾക്കാരും എന്നൊന്നും കഴുകണമെന്നില്ല. സോ അവർക്ക് അതൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ 3 ദിവസം കൂടുമ്പോഴേക്കും കഴുകുന്നത് ഡ്രസ്സ് മാറുന്നതനുസരിച്ചായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാഗോ അല്ലെങ്കിൽ ഞങ്ങളിപ്പം ഉപയോഗിച്ചിരിക്കുന്ന ബക്കറ്റ് ഞങ്ങൾ അത് പറയാൻ വിട്ടു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ 2 ബക്കറ്റായിട്ടോ കൊണ്ടുവന്നത്. ഒന്ന് നമ്മുടെ തുണികളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴുകാനുള്ള തുണിയൊക്കെ വെക്കാൻ വേണ്ടി, പിന്നെ അതിനകത്തോട്ട് സോപ്പോ പൊടിയുടെ പാത്രമൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ബക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബക്കറ്റ്. സോ അത് ബക്കറ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ, ബക്കറ്റിൽ സ്റ്റോർ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാര് നമുക്കിപ്പോ ഒരു ബാഗ് കിട്ടുമല്ലോ, നമ്മുടെ ലോണ്ടറി ബാഗ് കിട്ടുമല്ലോ. അപ്പൊ അതിനകത്തിട്ട് വാങ്ങി. പക്ഷെ അത് നിങ്ങൾക്ക് ലഗേജ് നോക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ലഗേജിനനുസരിച്ച് നിങ്ങളത് വാങ്ങുക, അല്ലെങ്കിൽ ബക്കറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ എന്റെ പ്രശ്നം കഴിയുമ്പോൾ ഞാൻ ബക്കറ്റും സാധനമൊക്കെ ഇവിടെ വന്നിട്ടാണോ വാങ്ങിയത്. വേണമെങ്കിൽ കൊണ്ടുവരാം, ഇവിടെ കിട്ടും. ഇവിടെ അടുത്ത് തന്നെ കാസർഗോഡ് കണ്ണൂർ അവരൊക്കെ ചില ആൾക്കാർ വണ്ടിയിൽ തന്നെ പിള്ളേരെ ആക്കാൻ വേണ്ടി വരാറുണ്ട് ഹോസ്റ്റലിലേക്ക്. അവർക്കൊക്കെ ബക്കറ്റ് കൊണ്ടുവരുന്നത് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ നിന്ന് ചുമന്നുകൊണ്ടാണ് ബക്കറ്റൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ബക്കറ്റ് പില്ലോ അതൊക്കെ വാങ്ങിയത്. പില്ലോ പില്ലോ നമ്മള് വാങ്ങുമായിരുന്നു. പക്ഷെ അല്ല, നമുക്ക് പില്ലോ ഇല്ലെന്ന് ഓർത്തിട്ടാ വാങ്ങിയത്. പില്ലോ വാങ്ങാം. പിന്നെ നമ്മള് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും ഇപ്പൊ 2 പേർക്കും കൂടെ ഒരു അലമാരി ഇപ്പൊ സപ്പോസ് ഇതൊരു അലമാരിയാ, ഈ ഒരു സൈഡ് ഒരാൾക്ക് അടുത്ത സൈഡ് ഒരാൾക്ക്, അല്ലാണ്ട് ഫുൾ ഒരു അലമാരി നമുക്ക് തരത്തില്ല. അപ്പൊ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ട്രോളി ബാഗ് ആവശ്യമാണ്. കാരണം ഈ അലമാരിയിൽ ഒതുങ്ങാത്ത സാധനങ്ങൾ, നമ്മൾ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്ക് ട്രോളി ബാഗ് നല്ലതായിട്ട് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഒരു സൈഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ അലമാരി വരുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡ് നമുക്ക് കോളേജിൽ പോകുന്ന ദിവസങ്ങളിലോ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസങ്ങളോ നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാം. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളിപ്പോ പറഞ്ഞ ഇവിടെ കള്ളികളോ അല്ലെങ്കിൽ കള്ളന്മാരോ ഉണ്ടാവുന്നതല്ല. ബട്ട് നമ്മുടെ സാധനങ്ങൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി. കാരണം നാളെ എന്തെങ്കിലും കളഞ്ഞു പോയി കഴിഞ്ഞാൽ വാർഡന്മാരുടെ അടുത്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ കോളേജിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുത്താലോ അത് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിച്ചില്ല എന്ന് വരത്തുള്ളൂ. സോ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമ്മുടെ സാധനത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ലോക്ക് വരുന്നത് നല്ലതാണ്. ലോക്ക് നമ്മുടെ ചെറിയ ലോക്ക് മതി. ചെറിയ ലോക്ക് വരുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും അയൺ ബോക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇൻഡക്ഷൻസ് ഒക്കെ യൂസ് ആക്കാൻ പെർമിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും പെർമിറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ അറിവിൽ ഇതുവരെ പെർമിറ്റ് ആക്കിയിട്ടില്ല. ഞങ്ങൾ ഇൻഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അയൺ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അടുത്ത ലീവിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് 2000 രൂപയൊക്കെയാണ് ഫൈൻ. ഇൻഡക്ഷൻ പിടിച്ചാലും അയൺ ബോക്സ് പിടിച്ചാലും 2000 രൂപയാണ് ഫൈൻ ഇട്ടിരുന്നത്. സോ എനിക്കത് പിന്നെ അയൺ ബോക്സ് പെർമിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം പക്ഷെ അത് നമ്മൾ ചോദിക്കണം. കാരണം നമുക്ക് യൂണിഫോം ഒക്കെ അയൺ ചെയ്യണം. സോ നമ്മൾ കോളേജിന്റെ സൈഡിൽ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ നമുക്ക് ആ സാധനം ചോദിക്കണം. ഹോസ്റ്റലിലെ കാര്യമാണല്ലോ. സോ അയൺ ബോക്സ് ഇൻഡക്ഷന്റെ കാര്യം ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. കാരണം ഞങ്ങളത് ഉപയോഗിക്കാറില്ല. ഇൻഡക്ഷൻ ഒരിക്കലും പറ്റില്ല. കാരണം പെർ ഹെഡ് 2000 രൂപയാണ് ഫൈൻ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾ കുറെ ബാച്ചുകാർക്ക് ആ ഫൈൻ ഇട്ടിട്ടുള്ളവർ കൊടുത്തിട്ടുമുണ്ട്. സോ ആ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ പോയി ചാടരുത്.
അപ്പം നിങ്ങൾ അങ്ങനത്തെ ഇപ്പൊ ഹോസ്റ്റലിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും കൊണ്ടുവരില്ല. കാരണം മറ്റു കോളേജിലേക്ക് നിങ്ങൾ ചിലപ്പോൾ കോളേജ് ക്യാമ്പസ് അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധിക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടുത്തെ മാംഗ്ലൂരിന്റെ അപേക്ഷിച്ച് മറ്റു കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറവാണ്. ഔട്ടിങ് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഔട്ടിങ് പെർമിറ്റ് ചെയ്യും, അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് അവരുടെ കാര്യങ്ങൾ കേൾക്കണമെന്ന് മാത്രമേ. പിന്നെ അതുപോലെ കെറ്റിലും അതൊന്ന് ചോദിച്ചിട്ട് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഞങ്ങൾ അഡ്മിഷൻ ടൈമിൽ നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞിരുന്ന മെയിനായിട്ട് മെൻഷൻ ചെയ്ത കാര്യമാണ് ഇലക്ട്രോണിക് ഡിവൈസസ്, കെറ്റില്, ഇൻഡക്ഷന്, അയൺ ബോക്സ് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെയും കാല് പിടിച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് ഒന്ന് പെർമിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കെറ്റിലും. അപ്പം അവര് ഓക്കെ എന്ന് പറഞ്ഞു. എന്നാലും പൂർണ്ണമായിട്ട് അവരുടെ ഇത് സമ്മതം കിട്ടിയിട്ടില്ല. നമ്മള് ചോദിച്ചിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. പേരൻസ് വരുമ്പോഴത്തേന് അഡ്മിഷൻ ക്വയറീസിന്റെ സമയത്ത് വാർഡൻ അടിച്ചു വരുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, നമ്മൾ ഓൾറെഡി മാസ്ക് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ആവശ്യമുള്ള കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. എന്ന് വെച്ചാൽ വലിയ ഫസ്റ്റ് എയ്ഡ് കിറ്റൊന്നും അല്ല കേട്ടോ, ബാൻഡേജോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല, മെഡിസിൻ ആണ് നമുക്ക് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മിനിറ്റിന് വേണ്ടിയിട്ട് പനികൾ വരാം, തലവേദന വരാം, അതിനുവേണ്ടിയുള്ള വിക്സ്, അതെ തൊണ്ടവേദന, വിക്സ്, സ്ട്രെപ്സിൽസ്, ഡോളോ, പാരസിറ്റമോൾ, അങ്ങനത്തെ കുഞ്ഞു മെഡിസിൻ വെക്കുന്നതല്ല. പിന്നെ ചിലപ്പോൾ ഛർദിലിന്റെ ടെൻഡൻസി ചില ആൾക്കാർക്ക് ചില മണമൊന്നും പിടിക്കത്തില്ലല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ മരുന്നുകളൊക്കെ. പിന്നെ നമ്മള് എങ്ങനെയൊക്കെയാ കുറെ പേർക്ക് ആസ്മ കാണുമല്ലോ, അപ്പൊ ഇവിടെ പണി നടക്കുന്നതാണ് ചിലപ്പോൾ ട്രിഗർ ആവാൻ ചാൻസ്. അപ്പോൾ അവരുടെ മരുന്നുകൾ, നിങ്ങളുടെ മരുന്നുകൾ മറക്കാതെ എടുക്കാം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകാനുള്ള പെർമിഷൻ കിട്ടും ഞങ്ങൾക്ക് അറിയത്തില്ല. സോ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുന്നത് അത് എടുക്കുക. അതല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അത് എടുക്കുക. കാരണം മറന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുപോയി മേടിക്കാൻ പറ്റത്തില്ല. സോ മെഡിസിൻ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എടുക്കുക. കാരണം ഒരു പനി വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ നമുക്ക് നമ്മളെ കാണത്തുള്ളൂ, അച്ഛനും അമ്മയും നമ്മുടെ അടുത്ത് കാണത്തില്ല. സോ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കത്തുള്ളൂ. സോ മരുന്ന് നല്ലതായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ അനുഭവം കൊണ്ട് പറയാം. പിന്നെ കുറെ പേർക്ക് ഡൗട്ട് കാണും, നമ്മുടെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിന്റെ കസിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൽ ഫോൺ അലൗഡ് ആണോ? കാരണം ഇവിടെ മാംഗ്ലൂരുള്ള ചില കോളേജുകളിൽ, ഗേൾസ് കോളേജ് ആയിക്കോട്ടെ അല്ലാതെ നമ്മുടെ മിക്സ്ഡ് ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ടൈമിങ്സ് ഉണ്ട്, ഫോൺ ഉപയോഗിക്കാൻ ടൈമിങ്സ് ഉണ്ട്. സമയം തൊട്ട് അതെ ആ സമയം വരെ ഫോൺ അലൗഡ് ഉള്ളതുണ്ട്. പക്ഷെ എന്തോ കാര്യം കാരണം നമുക്ക് അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. വരുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കാല് പിടിക്കും, അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറയും. ആ സമയത്ത് അവരത് പിന്നെ പിൻവലിക്കാറുണ്ട്. സോ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതുവരെ നമുക്ക് ഫോൺ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഫോൺ ഉപയോഗിക്കാം, അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട്. കാരണം കുറെ കോളേജ് അത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോളേജ് എന്തോ നമ്മൾ ഹോസ്റ്റലാട്ടോ പറയുന്നത്. കോളേജ് നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. 9 to 4 നമുക്ക് കോളേജിൽ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി നല്ല കുട്ടികളായിട്ട് നമ്മൾ ചെല്ലണം. ഹോസ്റ്റലിൽ മാത്രമേ ഫോൺ അലൗഡ് ഉള്ളൂ. 4 മണി കഴിഞ്ഞ് ഫോൺ ഉപയോഗിക്കാം, എത്ര മണി വരെ. കോളേജിൽ നിന്ന് പിടിച്ച് അവർ ഫൈൻ ഇടും. ഫോൺ തരാൻ കൈയും കാലൊക്കെ പിടിച്ച് ചെല്ലേണ്ടത് ഫോൺ പിടിച്ചിട്ടുണ്ടതാ, എന്നെ പിടിച്ചിട്ടൊന്നുമില്ല. അടുത്ത പറയാനുള്ളത് വെച്ചാൽ ഇത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറയുന്ന കൂട്ടത്തിൽ എല്ലാം കൂടെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഫോൺ കരുതല്ലോ. സോ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഹെഡ്സെറ്റ് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്കെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ നമുക്കൊരു 8 പേരുള്ള റൂമായിരുന്നു. സോ 8 പേരും 8 വീട്ടുകളിൽ നിന്ന് വന്നതാണ്, 8 സാഹചര്യങ്ങളിലൂടെ വന്നതാണ്. അപ്പൊ നമ്മളെ ആദ്യം അവർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. നമ്മൾ എല്ലാവരും മിങ്കിളായി വരുമ്പോഴേ നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പം ചില ആൾക്കാർക്ക് സൗണ്ട് വരത്തില്ല, ചില ആൾക്കാർക്ക് ലൈറ്റ് വരത്തില്ല. സോ അതൊക്കെ അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആയി പോകണം. അപ്പൊ ഹെഡ്സെറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് ഒരു ഡിസ്റ്റർബൻസിന് നമ്മൾ പോകത്തില്ലല്ലോ. സോ ഹെഡ്സെറ്റ് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചാർജ് നമ്മുടെ കോളേജിൽ വന്ന കുറച്ച് പേര് ചാർജറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഗൈസ് നമുക്കിനി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇരുന്നാ പോരെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഫയൽ എടുക്കണം. ആ ഫയലിലേക്ക് നമ്മൾ നമ്മുടെ SLC, +2, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട്, ഒറിജിനൽ അറ്റ്ലീസ്റ്റ് ഒരു കോപ്പിയിലും അല്ല ആധാർ കാർഡ് ഒറിജിനൽ ആട്ടോ, കോപ്പി ആണെങ്കിലും മതി. എന്റെ ഒറിജിനലാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID ഒക്കെ കാണുമോ? വോട്ടർ ID, പാസ്ബുക്ക്, നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്ക്, പിന്നെ നമ്മുടെ കാർഡ് വേണമെങ്കിൽ നിങ്ങളിവിടെ പഠിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഇത് കേൾക്കണ്ട. അപ്പൊ ഞാൻ ലാസ്റ്റായിട്ട് പറയാം. നമുക്ക് വേണ്ടത് നമുക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങളുടെ അഡ്മിഷൻ വന്നപ്പോഴത്തേന് മേ ബി ഒരു 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ മേടിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതല്ലാതെ
കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ എടുക്കണം. അല്ലാത്ത സർട്ടിഫിക്കറ്റ് എല്ലാം SSLCയുടെ കോപ്പിയും, കാരണം നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി 4th ഇയർ ചെയ്യാൻ നമുക്കത് കണി പോലും കാണാൻ പറ്റത്തില്ല. സോ നമ്മൾ കോപ്പി എല്ലാത്തിൻ്റെ കരുതണം. കാരണം ചിലപ്പം സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് വേണ്ടി വരും, സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഫയലിലേക്കാക്കി സൂക്ഷിച്ച് ട്രോളി ബാഗിന്റെ സൈഡിൽ വെക്കേണ്ടത് നല്ലതാണ്. ഇത്ര കാര്യങ്ങളാണ് ഫയലിനകത്ത് കരുതേണ്ടത്. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നഴ്സിംഗ് റിലേറ്റഡ് കാര്യങ്ങളാണ് പറയുന്നത്, നഴ്സിംഗ് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നഴ്സിംഗ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, റീൽസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ്. നിങ്ങൾക്ക് ഒരു ഇൻട്രോ കിട്ടിക്കാണും, എഴുത്ത്, വര, ഫ്രണ്ട് പേജ്, അങ്ങനത്തെ സംഭവങ്ങളായിട്ട് നമുക്ക് ഊണും ഉറക്കവും ഇല്ലാത്ത രാത്രികളായിരിക്കും. ഞങ്ങൾക്കുണ്ട് ഊണും ഉറക്കവും, അതല്ല നമ്മൾ കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടാം അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ എഴുതാനുണ്ട്, അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, റിക്വയർമെന്റ്സ് കുറെ എഴുതാനുണ്ട്. അതർ ദാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും കോളേജിലേക്ക് നമുക്ക് എഴുതാനേ ബാക്കി കാണത്തുള്ളൂ സമയം ഫുള്ള്. അപ്പം ഞങ്ങൾ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക വേണ്ട, കാരണം നിങ്ങൾക്കൊന്നും അറിയാതെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ആരെങ്കിലും പറഞ്ഞു തരാൻ നല്ലൊരു കാര്യം, ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാനില്ലായിരുന്നു, അതുകൊണ്ടൊക്കെ പറഞ്ഞായിരുന്നുണ്ട്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ അഡ്മിഷൻ ഞങ്ങൾക്ക് അറിഞ്ഞത് ഞങ്ങൾ അറിയത്തില്ല, ഉറപ്പില്ല. ആ ഒക്ടോബർ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ ക്ലാസ് വേണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ നിങ്ങൾ വീട്ടിൽ പോകും. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം കോളേജിനെ പറ്റി ഒരു ഇത് കിട്ടും, കാരണം ഓൾറെഡി ഓറിയന്റേഷൻ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറ്റുന്നത്. അപ്പം ആ സമയത്തൊന്നും അസൈൻമെന്റിന്റെ കാര്യം കാണത്തില്ല. എന്നാലും ഞങ്ങൾ പറഞ്ഞേക്കാം നമുക്ക് വേണ്ട കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ. നമുക്ക് ബോണ്ട് പേപ്പർ വേണം, A4 സൈസ് പേപ്പർ ഷീറ്റ് ഇല്ലേ അത്. അതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ല, ഇവിടെ മേടിച്ചത്. സോ ആവശ്യമുണ്ട്, അത് നല്ല ആവശ്യമുണ്ട്. കാരണം എത്ര പെട്ടെന്ന് പേപ്പർ തീരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കൊണ്ടുവരേണ്ട ആവശ്യം, നല്ല വെയിറ്റ് ആണ്. നമ്മളിപ്പം ഇവിടെ മേടിക്കുന്നത് ബണ്ടിലായിട്ടാണ് മേടിക്കണം. അതാ ലാഭം. ലാഭവും അത് മാത്രമല്ല നമ്മൾ കണ്ണടിച്ച് തുറന്ന് തീരുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും പക്ഷെ ഞങ്ങൾക്ക് തുടക്കത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടായിരുന്നു നിങ്ങൾക്ക് വാങ്ങിയാൽ മതി A4 സൈസ് ഷീറ്റ് പേപ്പർ. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് വേണം, സ്കെയില്, പെൻസില്, നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന സാധനം പൗച്ച് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ട കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം നമുക്ക് ബ്ലാക്ക് പെൻ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. നമുക്ക് കോളേജിൽ റിക്വയർമെന്റ് എഴുതുന്നതിന് ബ്ലൂ പെൻ ഉപയോഗിക്കാം. ബട്ട് ഇവിടുത്തെ ടീച്ചർമാരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് പെൻ ആണ്. നമ്മൾ ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതി ശീലിച്ചാൽ മതി. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിലായിരിക്കും നമുക്കൊരു ഇഷ്ടം തോന്നുന്നു ബ്ലാക്ക് ഇങ്കിനോടും. സോ അതുകൊണ്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ പേപ്പർ ഷീറ്റ് സ്കാൻ ചെയ്തിട്ടാണ് അയക്കുന്നത് ഇവാലുവേറ്റേഴ്സിന്. സോ സ്കാനിങ്ങിൽ ആ ഒരു ബ്ലാക്കിംഗ് ആണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മുടെ RGHS യൂണിവേഴ്സിറ്റി നമുക്ക് അങ്ങനെ തന്നേക്കുന്നത്. ബ്ലാക്കിങ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അത് പറയാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങള് ബ്ലാക്ക് ഇങ്കും ഒരു സെറ്റ്, ബ്ലൂ ഇങ്കും ഒരു സെറ്റ്, അങ്ങനെയാണ് കൊണ്ടുവന്നത്. പക്ഷെ ഞങ്ങൾ പക്ഷെ അത് ഉപയോഗിച്ചു കേട്ടോ. നോട്ട് എഴുതാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കൊണ്ടുവരുന്നത് ക്ലാസ് നോട്ടൊക്കെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഏത് കളർ വേണമെങ്കിലും. മാംമാർക്ക് കറക്റ്റ് ഫോർമാറ്റിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ബ്ലാക്കിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെഡിങ് ഒക്കെ അതിനകത്ത് എഴുതണമെങ്കിൽ വേണമെങ്കിൽ ബ്ലൂ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ജെൽ പെൻ പറ്റില്ല, എക്സാമിന് ജെൽ പെൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോഴും നിങ്ങളത് അല്ലാത്ത പെണ്ണ് യൂസ് ചെയ്ത് പഠിക്കണം, എക്സാമിന് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റെൻസിൽ. നമ്മളിവിടെ വന്നിട്ട് കേൾക്കുന്ന ആദ്യത്തെ വാക്കാണ് സ്റ്റെൻസിൽ എന്നുള്ളത്. അപ്പം നിങ്ങൾ കടയിൽ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞിട്ട് സ്റ്റെൻസിൽ തരുമോ എന്ന് ചോദിച്ചാൽ തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം. എന്താ വെച്ചാൽ നമ്മുടെ അസൈൻമെന്റ്സിനൊക്കെ ഫ്രണ്ട് പേജ് നമുക്ക് ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുവാണെങ്കിൽ എഡിറ്ററിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പിക്ചർ അതിൻ്റെ സൈഡിൽ പേസ്റ്റ് ചെയ്യാം. അപ്പം അതാണ് സ്റ്റെൻസിൽ. നമുക്ക് നല്ലതായിട്ട് ആവശ്യമുണ്ട്. എല്ലാ അസൈൻമെന്റും അതിന്റെ ഫ്രണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് കൈ കൊണ്ട് നമുക്ക് അസൈൻമെന്റ് നമുക്ക് എഴുതാൻ പറ്റില്ല, വെട്ടിയിട്ട് നമുക്ക് തരും. ആ സ്റ്റെൻസിൽ വെച്ച് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ട ആവശ്യങ്ങളൊക്കെ എന്താണ്, റബ്ബർ, പേന, പെൻസിൽ, അങ്ങനെ ഫയലും എടുത്തു. ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ ഫയല് നല്ലതായിരിക്കും. സ്റ്റാപ്ലർ നമുക്ക് ആവശ്യമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, അത് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ വേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പറയുന്നുണ്ടല്ലോ നമുക്ക് നിങ്ങൾ ഇപ്പം എല്ലാം വാങ്ങണ്ട, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വാങ്ങാനാണെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും നമ്മൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം കൊണ്ടുവരാം, ലഗേജിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഇവിടുന്ന് എന്തൊക്കെയാണോ വാങ്ങേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ഒരു ലിസ്റ്റ് ആക്കി വെക്കുക. A4 ഷീറ്റ് വാങ്ങണം, അല്ലെങ്കിൽ സ്റ്റെൻസിൽ വാങ്ങണം, പേനയുടെ കിറ്റ് വാങ്ങണം, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് പുറത്തു പോകാൻ ഔട്ടിങ്ങിന് സമയം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് ഇവിടെ നിങ്ങൾക്ക് അന്ന് തന്നെ പുറത്തു പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതെല്ലാം വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ പോയില്ല. കാരണം ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരിക്കലും റിഗ്രറ്റ് അടിക്കേണ്ടി വരത്തില്ല. അവിടുന്ന് ചുമന്നുകൊണ്ട് എഴുന്നേൽക്കേണ്ടി നല്ലത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. ഇവിടെ നമ്മുടെ
വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്, ഷോപ്പ്. അവിടെ എല്ലാം നമ്മുടെ നഴ്സിംഗിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. സൈഡ് നോട്ടിക്കുന്ന ടേപ്പ് കിട്ടും, എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാം കിട്ടും. സ്റ്റേഷനറി ഷോപ്പാട്ടോ, അപ്പോൾ അവിടെ എല്ലാം കിട്ടും. അപ്പം ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല എല്ലാം A4 ഷീറ്റും എല്ലാം ചുമന്നുകൊണ്ടുള്ള ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ മുൻകൂട്ടി. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടുന്ന് വാങ്ങണോ അവിടുന്ന് കൊണ്ടുവരണം. അടുത്തുള്ളവർക്ക് കൊണ്ടുവരാം, അവർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരും. പക്ഷെ ദൂരമുള്ളതൊന്നും പറ്റില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ എല്ലാം ഇവിടുന്ന് വന്നിട്ടാണ് വാങ്ങിയത്. സോ അതൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പറയുന്നു, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പം 3rd ഇയർ എത്തി. അപ്പം 3rd ഇയറിൽ ഞങ്ങൾക്ക് ഉപയോഗം വന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അസൈൻമെന്റ് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കുറവായിരിക്കും എന്ന് വരും. നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയരുത്. ആ ചേച്ചിമാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ചേച്ചിമാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയതെന്ന് നിങ്ങൾ പറയരുത്. കാരണം ഫോർത്ത് വരെ ഉണ്ടല്ലോ, ആ ഒരു 4th വരെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഉപയോഗപ്പെടും. കാരണം നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് പറയുന്നത്, വെറുതെ വന്ന് പറയുന്ന ആൾക്കാരല്ല. കാരണം ഫസ്റ്റ് ഇയറിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾ 3rd ഇയർ ആയി. ഞങ്ങൾക്ക് ഇതുവരെ ആവശ്യം വന്ന സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഒരിക്കലും ഞങ്ങളെ ബ്ലെയിം ചെയ്യരുത്. ഞങ്ങൾ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നും ഈ ഇതൊന്നും കൊണ്ടുവരണ്ടായിരുന്നു, എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളത് സ്റ്റോർ ചെയ്തുവാണെങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് മാത്രമേ ബെനിഫിറ്റ് ആവത്തുള്ളൂ. ഞങ്ങൾക്കത് അത്രേ പറയാനുള്ളൂ അല്ലേ. ഞങ്ങൾക്ക് കാണാം അത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. നമ്മൾ കുറെ അബദ്ധങ്ങൾ ചെന്ന് ചാടിയിട്ടു. നമ്മളിപ്പോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടാത്ത ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാ ആവശ്യമുള്ളത് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കോളേജിലെ മാത്സ് ഒക്കെ പെട്ടെന്ന് പറയത്തുള്ളൂ, നാളെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഇത്രയാണ് പെട്ടെന്ന് പറയത്തുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് പോയി ഔട്ടിങ് ചോദിക്കാനോ അല്ലെങ്കിൽ പുറത്തുപോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം, നമുക്ക് അവരെ വാങ്ങുകയും ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കിനി നമ്മുടെ കോളേജിൽ കിടക്കാം. കോളേജിന്റെ ക്ലാസ്, അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പം കുറെ പേര് ചോദിക്കുന്നത് നോട്ട്ബുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എത്ര ആവശ്യം വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ പറ്റി എന്തൊക്കെ ഫസ്റ്റ് ഇപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ടാണ് നമുക്ക് ഈ നഴ്സിംഗ് ഒരു ഇയർ ആയിട്ടുള്ള നഴ്സിംഗിനെ സെം ആക്കി മാറ്റിയത്. 6 മാസം സ്പ്ലിറ്റ് ആക്കിയവർ. സോ സെം ബേസ് എത്ര സബ്ജക്റ്റ് ഉണ്ട്, എത്ര എക്സാം ഉണ്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസ് എന്തായാലും പറയുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. നമുക്ക് ജസ്റ്റ് ഒരു ഇവിടുന്ന് നിങ്ങൾ A4 ഷീറ്റ് വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങാം. കുഞ്ഞു നോട്ട്ബുക്ക് മതി, അത്ര നോട്ടൊന്നും എഴുതാൻ കാണത്തില്ല. ലെക്ചർ നോട്ട് മതി. പിന്നെ അതുപോലെ അല്ലാണ്ട് സബ്ജക്റ്റിന് നോട്ട് വേണമെങ്കിൽ ടീച്ചർമാർ പറയും, അന്നേരം ആണെങ്കിലും മേടിച്ചാൽ മതി. നമുക്ക് മേടിച്ചിട്ട് വരേണ്ട കാര്യം. പിന്നെ നഴ്സിംഗ് ആയിട്ട് നമ്മുടെ കോളേജിൽ നിന്ന് അല്ലാതെ എക്സ്റ്റേണൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്, ലൈക്ക് അനാട്ടമി, ഫിസിയോളജി. അതിന് പിന്നെ നമുക്ക് പറയാം. ആ സമയത്ത് ചിലപ്പോൾ ആ എക്സ്റ്റേണൽ ടീച്ചർമാർക്ക് ആവശ്യം വരും, നോട്ട് കാണണം എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നോട്ട്ബുക്ക് പുറത്തുനിന്ന് വാങ്ങിയോ അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം. നിങ്ങൾ 2-3 നോട്ട്ബുക്ക് കൈ വെക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയൊക്കെ ആവശ്യം വരും. കാരണം ഇപ്പൊ കോളേജിൽ ടീച്ചർമാർക്ക് അതിൽ അവർക്ക് ലെക്ചർ നോട്ട് കണ്ടേ പറ്റത്തുള്ളൂ. സോ എന്തായാലും നിങ്ങൾ നോട്ട്ബുക്ക് കരുതാൻ നല്ലതായിരിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്കിനെ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. പിന്നെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാം. കോളേജിൽ നിന്ന് അവർ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ എത്ര ക്ലാസ്സിലുള്ള ഒരുമാതിരിപ്പെട്ട 50% മേളിലെ ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർ ഒന്നിച്ച് ബൾക്കായിട്ട് എടുത്തു തരത്തുള്ളൂ. അല്ലാതെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും എടുത്തു തരത്തില്ല. അപ്പൊ നമ്മൾ തന്നെ പുറത്ത് എവിടെയെങ്കിലൊക്കെ തപ്പി അല്ലെങ്കിൽ സീനിയേഴ്സിനെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ഓൾറെഡി നഴ്സിംഗ് വെച്ച് നല്ല പൈസ ചെലവുള്ള കാര്യം. അപ്പം നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും സെക്കൻഡ് ഹാൻഡ് ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് പഠിച്ചാൽ മതി, നമുക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയും ചേച്ചിമാർ ഉപയോഗിച്ച ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ടെക്സ്റ്റ് ബുക്കോ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു എക്സാമിനായിട്ട് മാത്രം നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് നമ്മൾ പുറത്തുനിന്ന് ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് മേടിക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പിന്നെ പറയാം. പിന്നെ വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായാലും നമുക്ക് ചുരിദാറാണ് നമുക്ക് വേണ്ട. പിന്നെ യൂണിഫോം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ചുരിദാർ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് കാണും എങ്ങനെ യൂണിഫോമിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ നഴ്സിംഗ് തന്നെ നമുക്ക് 2 ഡ്യൂട്ടികളാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യണം. രണ്ടാമത്തെ ഡ്യൂട്ടി വെച്ചാൽ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ട്രീറ്റിൽ കൊണ്ടുവിടും, അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് യൂണിഫോം കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു യൂണിഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. 2 ജോഡി വെച്ചിട്ടായിരിക്കും 2 യൂണിഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ കോളേജുള്ള ടൈമിൽ നമുക്ക് ആ കമ്മ്യൂണിറ്റിക്ക് ആയിരുന്ന യൂണിഫോം ആയിരിക്കും നമ്മൾ ഇടേണ്ടത്. മനസ്സിലായോ? ബാക്കി അപ്പം നമുക്ക് ടോട്ടൽ 4 ജോഡി വരുന്നുണ്ട്. 2 ക്ലിനിക്കൽസിൽ പോകുമ്പോൾ 2 കോളേജിലേക്ക് ഇടാൻ വേണ്ടി. പിന്നെ അത്രേ
അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഇത് കാണുമായിരിക്കും ഷൂസ് അല്ലെങ്കിൽ കമ്പനി ഇവിടെ പോകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഷൂസ് ഒക്കെ എങ്ങനെ. അപ്പം ഷൂസ് നഴ്സിംഗ് ഫീൽഡിലേക്ക് ആവശ്യമുള്ള സ്റ്റെതസ്കോപ്പ്, അല്ലാത്ത ഡയറി, ഒരു പോക്കറ്റ് ആർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെർമോമീറ്റർ, നെയിൽ കട്ട്, ടോർച്ച്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ കോളേജിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ അഡ്മിഷൻ ടൈമിൽ നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ലാമ്പ് ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പൈസ അടയ്ക്കുന്നുണ്ട് എക്സ്ട്രാ, അതർ ദാൻ ഫീസ് ആട്ടോ ഞാൻ പറയുന്നത്. ലാമ്പ് ലൈറ്റിങ്ങിന്റെ പൈസ ആ സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്ന പൈസക്കകത്ത് ഇൻവോൾവ് ആവുന്നതാണ് ഈ ഒരു ഷൂ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റെതസ്കോപ്പ്, അല്ലാത്ത പോക്കറ്റ് ആർട്ടിക്കിൾ. ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ എന്താ നിങ്ങൾക്ക് വഴി മനസ്സിലാവും, നിങ്ങൾക്ക് തരുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് കമ്മ്യൂണിറ്റിക്ക് ഇടാൻ ഒരു ബ്ലാക്ക് ചെരുപ്പ് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും, അല്ല നമുക്കൊരു ബ്ലാക്ക് ഷൂ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു 1 pair of socks പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നുന്നു. എക്സ്ട്രാ സോക്സ് ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം നമുക്ക് കോളേജ് ആയിരിക്കും ആദ്യം നിങ്ങൾ വരുമ്പോൾ എന്തായാലും. അപ്പം സാധാ സ്ലിപ്പേഴ്സിന് നല്ല അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പ്, ഷൂന്റെ ആവശ്യം വരില്ല എന്തായാലും. പിന്നെ ഈ ഒരു ലാമ്പ് ലൈറ്റ് നമ്മുടെ നഴ്സിംഗ് ലൈഫിലെ ഒരു സാധനമാണ് ലാമ്പ് ലൈറ്റ്. അതിനെപ്പറ്റി എന്താ നമ്മൾ പിന്നെ പറയാം. ആ ലാമ്പ് ലൈറ്റ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എടുത്തുള്ളൂ. സോ അത്ര നമുക്ക് ടൈം ഉണ്ട് എല്ലാത്തിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂണിഫോമിന്റെ കാര്യം ഇത്രയായിട്ട്. അപ്പം ഈ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് നോർമൽ നമ്മുടെ ചുരിദാറും ബോയ്സിന് ഫോർമൽ ഡ്രസ്സേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ലാമ്പ് ലൈറ്റിനെ പറ്റി മെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫീസ് അടച്ചതല്ലേ ഉള്ളൂ, പിന്നെ ഇനി ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കണമെന്ന് നമുക്ക് ടെൻഷൻ വരും. അങ്ങനെയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഫീസ് നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിലാണല്ലോ, ഓരോ വർഷം കഴിയുമ്പോഴും ഇത്ര ഫീസ് അടയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഒരു ലാമ്പ് ലൈറ്റിന് മാത്രം നമ്മൾ എക്സ്ട്രാ ഇത്ര ഒരു എമൗണ്ട് കൊടുക്കുന്നുള്ളൂ. ഞങ്ങളുടെ ടൈമിൽ എനിക്കൊരു 10,000 റുപ്പീസ് ഉണ്ട് നമ്മൾ കൊടുത്ത ലാമ്പ് ലൈറ്റിങ്ങിന്. ഞങ്ങളുടെ കഴിഞ്ഞുള്ള ബാച്ചുകാർക്ക് അതിന് കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. സോ നിങ്ങളുടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയത്തില്ല, കാരണം അതൊക്കെ ഡിസ്കസ് ചെയ്ത് വരുന്നത് അത് മാനേജ്മെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ അറിവാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫീസ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വരുന്ന ചിലവാണ് ലാമ്പ് ലൈറ്റിങ്. അതിപ്പം അടുപ്പം നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളോട് ഇത്രയും പൈസ എടുത്ത് തരുന്നത് അവർ പറയുന്നത്. നമുക്ക് ഒരു ടൈം തരും, നമ്മുടെ അടുത്ത് മുൻകൂട്ടി അവർ പറയും പേരൻസിനെ ഇൻഫോം ആക്കാൻ വേണ്ടിയിട്ട്. സോ 2, 3, 4, 5 മാസത്തിന്റെ കാലാവധിക്ക് ശേഷം പിന്നെ ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പൊ അതിനൊക്കെ എന്തൊക്കെ മാറ്റം വന്നെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ബാച്ചുകാരൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു, ഞങ്ങളുടെ രീതി തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ചിലപ്പം 250 പേരായോണ്ട് നമുക്ക് ഇനി മാറ്റം വരുമോ എന്ന് അറിയത്തില്ല. സോ നിങ്ങളുടെ ഫീസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ലാൻഡ് ലൈനിന്റെ പൈസ അവർ ഇതാക്കുമോ നമുക്ക് അറിയത്തില്ല, മിക്സ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും പൈസയെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ഇത്ര കാര്യങ്ങൾ വരുന്നുണ്ട്, ലാൻഡ് ലൈറ്റിംഗ് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രം നമ്മളൊരു നഴ്സിംഗ് ഫീൽഡിലേക്ക് നമ്മൾ ഇതാകത്തുള്ളൂ. അപ്പം ഷൂസും അതിന്റെ കാര്യങ്ങളൊക്കെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്ന്, അല്ലാതെ ടെൻഷൻ അടിച്ച് ബാക്കി കാര്യങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗേജ് കൂടും, നിങ്ങൾക്ക് സ്ഥലവും കിട്ടത്തില്ല. അലമാരിക്കൊക്കെ ആകെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ അതനുസരിച്ച് വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ എന്തിനാ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കി ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് കണ്ടെന്താ പോകുന്നതെന്ന്. അവിടെ 2 വാഴകൾ ഇരിപ്പുണ്ട്, മിസ് അലീന ജോളി ആൻഡ് മിസ് അലീന ബിനോയ്. അപ്പൊ അവർ നമ്മുടെ ഇങ്ങനെ കുറെ ആക്ഷൻസും കുറെ നമുക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മളത് കാണുമ്പോൾ അവരെ കോപ്രായം കാണുമ്പോൾ ചിരിച്ചു പോകുന്നതാണ്, അല്ല ഞങ്ങൾക്ക് വട്ടുണ്ടായിട്ടല്ല. കണ്ടില്ല ഗൈസ്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം അതൊക്കെയാണ്. അവർ രണ്ടുപേരും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇപ്പൊ എന്തോ ഇവർക്ക് ഭയങ്കര ഷൈ കഴിച്ചൊരു അല്ലേ, അവളുടെ ഷൈയൊന്നുമില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അലീന ജോളി ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്. സോ എന്തെങ്കിലും കുറ്റോ കുറവുണ്ടെങ്കിൽ നിങ്ങൾ അവളോട്ട് ചോദിച്ചോളൂ. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു കയ്യും ഇല്ല. ഞങ്ങളോട് പറയാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ സത്യവസ്ഥ അറിയണം. അപ്പം ഗൈസ് ഇതൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത പാട്ട് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അല്ല വീഡിയോ ഇടുന്നത്. നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. നമുക്കറിയാവുന്ന അറിവ് നമ്മുടെ ഹോസ്റ്റൽ, കാരണം നമ്മൾ 3 വർഷമായി നമ്മുടെ ഹോസ്റ്റൽ നമുക്ക് നല്ലതായിട്ട് അറിയാം, നമ്മുടെ കോളേജ് നമുക്ക് നല്ലതായിട്ട് അറിയാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് അറിയാം. സോ പാത്രം കഴുകുന്ന സോപ്പ് അതാണ് അറിയാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്ലേറ്റും കപ്പും ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞല്ലോ. സോ അത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം കഴുകുന്ന സോപ്പോ സ്ക്രബോ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ എപ്പോഴും വെള്ളം വെച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെ കറികളുടെ ചിലപ്പം
എന്താ ചുവപ്പും മഞ്ഞ കളറൊക്കെ പാത്രത്തിൽ ഇരിക്കും ചില ആൾക്കാരുടെ ഇവളുടെ. അപ്പൊ അത് പറഞ്ഞാണ് എക്സ്പീരിയൻസോട് പറയുന്നതാണ്. അപ്പം അതിപ്പോ ഓർത്തോണ്ട് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാട്ടോ. അപ്പൊ നമ്മളെ മിക്ക പോയിന്റ്സും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ല അടുത്ത വീഡിയോ ഞങ്ങൾ പറഞ്ഞായിരിക്കും. അപ്പൊ പാർട്ട് 2ക്ക് വേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത ഏത് വീഡിയോ ആണ്? കോളേജിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.